നമുക്കറിയാം ട്രംപിൻ്റെ താരിഫ് ഇഫക്റ്റ് സീ ഫുഡ് എക്സ്പോർട്ടിൽ, കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്നത് അമേരിക്കയിലേക്ക് സീ ഫുഡ് ആയിരുന്നു. ആ സീ ഫുഡ് എക്സ്പോർട്ടിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണമാണ് വന്നിരിക്കുന്നത്. 59% ഡ്യൂട്ടിയാണ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സമുദ്ര ഉൽപ്പന്ന കയറ്റുമതിക്ക് വന്നിരിക്കുന്നത്. അതിൽ 50% താരിഫും ബാക്കി കൗണ്ടർ വീലിംഗ് ഡ്യൂട്ടി, അതുപോലെ തന്നെ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി അടക്കം 59% വരുന്നു. ഈയിടെ അടുത്ത് നടന്നിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സീ ഫുഡിൻ്റെ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്റ്റോക്ക്, അതായത് ഇൻവെൻട്രി വളരെ കൂടുതലാണ്. നമ്മൾ പുതിയ മേഖലകൾ, പുതിയ രാജ്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. യൂറോപ്പിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ യൂറോപ്പിലേക്കുള്ള രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ഇന്ത്യ സീ ഫുഡ് എക്സ്പോർട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കൂടി വന്നിരിക്കുന്ന ഇൻവെൻട്രി, അതായത് സ്റ്റോക്കുകൾ വിറ്റഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അതിനു പുറമെ യൂറോപ്പ്, ചൈന, തായ്ലാൻഡ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി ചെറിയ രീതിയിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. മറ്റൊന്ന് ഈജിപ്റ്റാണ്. പുതിയ ഒരു സീ ഫുഡ് എക്സ്പോർട്ടിൻ്റെ പുതിയ ഡെസ്റ്റിനേഷൻ ഈജിപ്താണ്. കുറച്ച് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മാത്രമാണ് ഇനി ഇത് പറഞ്ഞു തീർക്കാനുള്ളത്. അതും കൂടി സെറ്റിലായി കഴിഞ്ഞാൽ ഈജിപ്തിലേക്കും ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി ആരംഭിക്കും എന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യക്ക് താരിഫ് ഇട്ടത് വഴി US-ലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നം നേറ്റി നിൽക്കുന്നത് അല്ലെങ്കിൽ കയറ്റി അയക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. അതിൽ ഇക്വഡോറിന് വെറും 15% ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. വിയറ്റ്നാം വെറും 20% ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. തായ്ലാൻഡ് 19%. ഇത്രയും രാജ്യങ്ങൾക്കാണ് നമുക്ക് മുകളിലുള്ള 59% ഡ്യൂട്ടി എന്നതിൻ്റെ പോസിറ്റീവ് വശം ആഘോഷിക്കുന്നത്. കാരണം ഈ 3 രാജ്യങ്ങളിലും സമുദ്രോൽപ്പന്ന കയറ്റുമതി US-ലേക്ക് വളരെ ചെറിയ എമൗണ്ടിൽ നടത്താവുന്നതാണ്. അവർക്കുള്ള താരിഫും വളരെ കുറവാണ്. ഈ പറയുന്ന 15%, 20%, 19% ഒക്കെ ഉള്ളൂ. ഇനി ഇന്ത്യയുമായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് 1 ഒക്ടോബർ 2025 ആരംഭിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ബെൽജിയം, സ്പെയിൻ, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലേക്ക് ഓൾറെഡി എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ എക്സ്പോർട്ട് തുടങ്ങിയിരിക്കുന്നു. ഇതിനു പുറമെ നോർവേയിലേക്കും സ്വിറ്റ്സർലാൻഡിലേക്കും ഒക്ടോബർ മാസങ്ങളിലേക്ക് ഇന്ത്യൻ സീ ഫുഡ് എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയുന്നത്. സോ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യൻ സീ ഫുഡ് എക്സ്പോർട്ട് പുതിയ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ രാജ്യങ്ങൾ തേടിയിരിക്കുകയാണ്. അതിൽ യൂറോപ്പ് വരുന്നു, ചൈന വരുന്നു, മറ്റു ഏഷ്യൻ രാജ്യങ്ങളിലേക്കും തായ്ലാൻഡ്, വിയറ്റ്നാം അടക്കമുള്ള പല രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ സീ ഫുഡ് കടക്കുന്നു എന്നുള്ളതാണ്. സോ ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു നഷ്ടം നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്